അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകളെക്കുറിച്ച്, പ്രാർത്ഥനകളെക്കുറിച്ചുള്ള പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേറെ പ്രാധാന്യമുള്ള കർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരത്തോടനുബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളാണ് വളരെ ചെറിയ സമയമെടുത്ത് ആവർത്തിച്ച് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയാൽ, നമസ്കാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറയും. അതിൻ്റെ ഹദീത്ത് നമ്മൾ മനസ്സിലാക്കി. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ്. കാന ഇദാ ഇൻസറഫ മിൻ സ്വലാത്തിഹി അസ്തഗ്ഫറല്ലാഹ 3 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുള്ളത് ഇതാണ്: അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും ഇപ്രകാരം പറയുമായിരുന്നു. അതിനുശേഷം മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാന യഖൂലു ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും ശേഷം പിറകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയും: ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ 3 പ്രാർത്ഥനകളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അതേപോലെ തന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ളത്: അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമുമെല്ലാം ഉദ്ധരിച്ച ഹദീത്തിൽ വന്ന പ്രാർത്ഥനയാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയിലെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതിൻ്റെ ശേഷം അതേ ഹദീത്തിൽ നമുക്ക് ഈ പ്രാർത്ഥന കൂടെ വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് വിശദീകരിക്കുന്നത്: അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ ഇത് നമ്മൾ പഠിച്ച പ്രാർത്ഥനകളാണ്, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതിൽ ഓർഡർ ഇല്ലാത്ത ആളുകളുണ്ടാകും, അതേപോലെ തന്നെ മറന്നു പോകുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിലാണ് ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ
ഈ പ്രാർത്ഥനയുടെ ആശയവും അർത്ഥവും നമ്മളെല്ലാവരും പഠിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രാർത്ഥന ഈ നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തരുന്നത് തടയാൻ ആർക്കും കഴിയില്ല. നീ തരുന്നത് തടയാൻ ആർക്കും കഴിയില്ല. നീ തടയുന്നത് തരുവാനും ആർക്കും കഴിയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമുക്ക് നൽകാൻ അതെന്താകട്ടെ, ഖൈറാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഷർറുകൾ എന്തായാലും അതൊരാൾക്കും തടയാൻ കഴിയില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ അള്ളാഹു തടഞ്ഞ ഒരു കാര്യം, ആ തടഞ്ഞ ഒരു കാര്യം അത് നൽകാൻ എന്ത് ചെയ്യില്ല, ഒരാൾക്കും സാധ്യമല്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിക്കാതെ ഒരു സമ്പത്തും ഉന്നത പദവിയും ശുപാർശാധികാരവും ആർക്കും ഉപയോഗപ്പെടുത്തുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ നിന്നിൽ നിന്നാകുന്നു യഥാർത്ഥ സമ്പത്തും ഉന്നത പദവിയും ശുപാർശാധികാരവും. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട, ഇതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ മറ്റൊരു സന്ദർഭത്തിലും ഇതിലെ ഏതാനും വാചകങ്ങൾ നമസ്കാരത്തിൽ തന്നെ മറ്റൊരു സമയത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായി കാണാൻ സാധിക്കും. മഹാനായ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലെ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഫഅ റഅസഹു മിനർ റുകൂഅ്, റുകൂഇൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തല ഉയർത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞു? അല്ലാഹുമ്മ ലക്കൽ ഹംദു മിൽ അസ്സമാഇ വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു. എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന, ഇതല്ല പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പിറകെ നബി പറഞ്ഞു, അഹ്ലു സനാഇ വൽ മജ്ദ് വകുല്ലുനാ ലക അബ്ദു ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട്. അഥവാ റുകൂഇൽ നിന്ന് എഴുന്നേറ്റ് ഇഅ്തിദാലിൽ നമ്മൾ സാധാരണ പറയുന്ന പ്രാർത്ഥന റബ്ബന വലക്കൽ ഹംദ് അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയുന്ന ആ പ്രാർത്ഥന, അതിൻ്റെ മറ്റൊരു റിവായത്തിൽ, മറ്റൊരു രീതിയിൽ അത് പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു ഹദീസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥന മറ്റൊരു സമയത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നിർവഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ പ്രാർത്ഥന അർത്ഥമാക്കുന്നത്? ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ്? ഒന്ന്, ഈ പ്രാർത്ഥന പഠിക്കുക എന്നുള്ളത്, ഈ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ തൃപ്തി നൽകുന്ന കാര്യമാണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ള എന്താണ്? സംതൃപ്തിയാണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ളത് തൃപ്തിയാണ്. ആ തൃപ്തി ലഭിക്കുന്ന കാര്യമാണേത്? ഈ പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ദുആയിലൂടെ ഇതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് തൃപ്തിയാണ് ലഭിക്കുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന അടിയുറച്ച വിശ്വാസമാണ് ഈ പ്രാർത്ഥനയുടെ കരുത്ത്. എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിൽ നിന്നാണ്. ഖൈറാവട്ടെ ഷർറാകട്ടെ, ഈമാൻ കാര്യങ്ങളിലെ നമ്മുടെ വിശ്വാസമാണത്. എല്ലാ ഖൈറുകളും ഷർറുകളും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. അത് ഈമാനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്നത് വലിയ കരുത്താണ്. അതേപോലെ തന്നെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ജീവിതത്തിൽ സന്തോഷവും അതേപോലെ തന്നെ പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹു പറയുന്നത്, ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല, അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടല്ലാതെ തീർച്ചയായും അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകും. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതാരുടെ തീരുമാനപ്രകാരമാണ്? അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ
അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 64 അധ്യായത്തിലെ 11 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന കരുത്തെന്താ? ടെൻഷൻ അടിക്കാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിരാശ അല്ലാതെ ജീവിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? നമ്മൾ നാളെയെക്കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ്. നാളെയെക്കുറിച്ച് ആലോചിച്ച് ആവലാതിപ്പെടുന്ന ആൾക്കാരാണ്. നാളെ എന്താ സംഭവിക്കുക? പ്രിയപ്പെട്ടവർ, നാളെ എന്താണ് സംഭവിക്കുക നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ പറയുന്ന വാചകം എന്താ? നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ പറയുകയാണ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചോനെ, നീ തരാൻ ഉദ്ദേശിച്ചത് തടയാൻ ഒരാൾക്കും കഴിയില്ല. അല്ലാഹുവേ, നീ തടഞ്ഞു വെച്ചത് നേടിത്തരാനും ഒരാൾക്കും കഴിയില്ല. ഇത് പറയുന്ന ഒരു വിശ്വാസിക്ക് എന്തിനാ ടെൻഷൻ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും റബ്ബ് തീരുമാനിച്ചതാണ്, അള്ളാഹിൻ്റെ തീരുമാനമാണ്. അത് അള്ളാഹുവിൻ്റെ ഖദറാണ്, നിശ്ചയമാണ്. അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ് നമ്മൾ നിരാശരാകുന്നത്? അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന കരുത്തതാണ്. നമ്മൾ നിരാശരാകാതെ ജീവിക്കാൻ ഈ പ്രാർത്ഥന എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രേരിപ്പിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു തീക്കനൽ തണുക്കുവോളം കടിച്ചു പിടിക്കുന്നതാണ് അള്ളാഹു എനിക്ക് വിധിച്ചൊരു കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം. വാചകം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എന്താ അദ്ദേഹത്തിൻ്റെ വാചകം? ഒരു തീക്കനൽ, ആ തീക്കനൽ കടിച്ചു പിടിക്കുന്നതാണ് എന്തിനേക്കാൾ എനിക്കിഷ്ടം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, അള്ളാഹു എനിക്ക് വിധിച്ച ഒരു കാര്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം. കാരണം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെന്താ? അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് സന്തോഷിക്കാം, ക്ഷമിക്കാം, പ്രതിഫലം കാംക്ഷിക്കാം. ഇതൊക്കെ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന നമസ്കാര ശേഷവും മറ്റുമൊക്കെ ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ നിരാശനാകേണ്ട ആവശ്യമില്ല, അവൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് നൽകിയാലും അത് അല്ലാഹുവാണ്, എന്ത് എടുത്താലും അത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ നാളെയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട? ടെൻഷൻ. നമ്മുടെ ടെൻഷൻ എന്തിനാ? നമ്മുടെ റിസ്ക്കിനെ കുറിച്ച് പേടിച്ചിട്ടാണ്. എവിടുന്ന അപ്പോൾ ഭക്ഷണം? എവിടുന്ന റിസ്ക്ക് എങ്ങനെയാണ് ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ റൂഹൂദിയ സമയമുണ്ടല്ലോ, ഗർഭാശയത്തിൽ, മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് റൂഹൂതുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ തീരുമാനിച്ച കാര്യമാണ് എന്ത്? അന്ന നഫ്സ ലൻ തമൂത ഹത്താ തസ്തക്മില റിസ്ഖഹാ. അയാൾക്ക് അല്ലാഹു നിശ്ചയിച്ച റിസ്ഖ് അത് പൂർത്തിയാക്കാതെ മരിക്കൂല, അത് കിട്ടാതെ അയാൾ മരിക്കൂല. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിക്കേണ്ട ഭക്ഷണം അത് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അതെവിടുന്നാണ്, എങ്ങനെയാണ്, എന്താണ് ഒക്കെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കാതെ, റബ്ബെനിക്ക് നിശ്ചയിച്ച റിസ്ഖ് പൂർത്തിയാക്കാതെ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ റിസ്ഖ് ആര് തീരുമാനിച്ചാണ്? അല്ലാഹു തീരുമാനിച്ചതാണ്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാം റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നല്ല, അല്ലേ? എല്ലാം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം നടക്കും, അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഒരു പക്ഷിയെ ചൂണ്ടിക്കറിഞ്ഞു, ആ ഒരു പക്ഷി തവക്കുലാക്കുന്നത് പോലെ നിങ്ങൾ തവക്കുലാക്കണം എന്നാ. ഒരു പക്ഷി തവക്കുലാക്കുന്നത് പോലെ. ഒരു പക്ഷി രാവിലെ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് കാലിയായ വയറുമായിട്ടാണ്, അല്ലേ? ഒട്ടിയ വയറുമായിട്ടാണ്. എന്നത് തിരിച്ചു വരുന്നത് നിറഞ്ഞ വയറുമായി, അതോടൊപ്പം തന്നെ അതിൻ്റെ ചുണ്ടിൽ അതിൻ്റെ കുഞ്ഞിനുള്ള ഭക്ഷണവുമായിട്ടാണ്. അതേപോലെ അല്ലാഹു നമുക്ക് റിസ്ഖ് നൽകും. നമ്മൾ അധ്വാനിക്കണം, പക്ഷെ റബ്ബ് തീരുമാനിച്ച കാര്യമാണ്. എവിടുന്നാ കിട്ടുക, എത്രയാ ലഭിക്കുക? ഞാൻ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരാശരാകേണ്ടതില്ല. റബ്ബിൻ്റെ തീരുമാനം നടക്കുള്ളൂ. മകളുടെ വിവാഹത്തിലാണോ ആവലാതി? റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, എപ്പോഴാണ്, ആരാണ് വരൻ, ഇതൊക്കെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അന്വേഷിക്കണം, അതിലേക്ക് നമ്മൾ എത്തും. നമ്മൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം, ഇത് റബ്ബിൻ്റെ ഒരു തീരുമാനമുണ്ട്. ഇതിൽ ഈ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട്. മകൻ്റെ പഠനം, അല്ലേ? റബ്ബിൻ്റെ തീരുമാനമുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും നല്ല സ്ഥാപനം അന്വേഷിക്കണം, അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? ഇതിൽ അല്ലാഹു തീരുമാനിച്ചൊരു ഖൈറുണ്ട്. ആ ഖൈറിലേക്ക് എത്താനുള്ള പരിശ്രമമാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന ആഴത്തിൽ അവർ പഠിക്കണം, അല്ലേ? ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, അവർ ഈ പ്രാർത്ഥനയുടെ അർത്ഥവും ആശയം ഉൾക്കൊണ്ടിട്ടില്ല, അല്ലേ? ഇത് അല്ലാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസം അവർക്ക് ഉണ്ടായിട്ടില്ല.
എന്നാൽ ഈ പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ട ആളുകളോ, ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി ചെല്ലുന്ന ആൾക്കാരോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കാൻ തരുമോ, ഒരു പരീക്ഷണം വന്നാൽ എൻ്റെ ദറജ ഉയരുന്നാണ്, എൻ്റെ പദവി ഉയരുമെന്നാണ്. ഇപ്പം നമസ്കാരത്തിൻ്റെ ശേഷം ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുകയാണ്. ഈ പ്രാർത്ഥന നിർവഹിക്കും അതിൻ്റെ അർത്ഥം എന്താ? അത് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ആ പ്രാർത്ഥന ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന ഉൾക്കൊണ്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന റജുല ലയകൂനു ലഹു ഇൻദല്ലാഹിൽ മൻസില, അള്ളാഹുവിൻ്റെ അടുക്കൽ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ സ്ഥാനമുണ്ട്. റബ്ബ് ഓരോ പദവി നിശ്ചയിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ അവരുടെ കർമ്മങ്ങൾ കൊണ്ട്, അവരുടെ പ്രവർത്തികൾ കൊണ്ട് ആ സ്ഥാനത്തെത്തൂല. അവരുടെ നമസ്കാരം കൊണ്ട്, അവരുടെ നോമ്പ് കൊണ്ട്, മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ട് അവരാ സ്ഥാനത്തെത്തൂല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കുന്നതാണ്, അവരെ പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷണങ്ങൾ കൊടുത്ത് ആ പരീക്ഷണങ്ങളിൽ അവർ ക്ഷമിക്കുകയും ആ ക്ഷമ മൂലം അവരെന്ത് ചെയ്യും? അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സ്ഥാനത്തെത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? റബ്ബ് നിശ്ചയിച്ചൊരു സ്ഥാനത്തേക്ക്, ദറജയിലേക്ക് എത്തിക്കാൻ വേണ്ടി റബ്ബ് എനിക്കൊരു പരീക്ഷണം തരണം. ഇവിടെ ഞാൻ ക്ഷമിക്കണം, ഇവിടെ ഞാൻ ക്ഷമ കൈകൊള്ളണം, ഞാൻ റബ്ബിന് ഇഷ്ടമില്ലാത്ത വാക്ക് പറയരുത്. ഇതാണ് വിശ്വാസികളായ ആളുകൾ അത്തരം സ്ഥലത്തെടുക്കേണ്ട സ്റ്റാൻഡ്. മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നല്ലവനായ സത്യവിശ്വാസിക്കുള്ള പരീക്ഷണം ഭയങ്കരമായാൽ, ഒരു നല്ല സത്യവിശ്വാസിക്ക് ഈമാനുള്ള നിസ്കാരം, നോമ്പും ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് പരീക്ഷണം, ഒരു ശക്തിയുള്ള പരീക്ഷണം വന്നാൽ അതവൻ്റെ പദവി ഉയരുന്നതിനും മഹത്തായ പ്രതിഫലത്തിനും ഒരു കാരണമാണ് എന്നാണ് മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ എന്തു ബാധിച്ചാലും ഖൈറാണ്. ഒരു മുസീബത്ത് വന്നാൽ അവൻ ക്ഷമിക്കും, അതിലൂടെ അവന് കൂലിയാണ്. അവനൊരു ഖൈർ വന്നു, അവൻ ശുക്ർ ചെയ്യും, അതും അവന് കൂലിയാണ്. അപ്പം ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ ഉയരണം. അപ്പം ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയാനുള്ള കാരണം എന്താ? നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കുന്ന പ്രാർത്ഥന നമുക്ക് നൽകുന്ന കരുത്ത് അതാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ആ പ്രാർത്ഥനയുടെ ആശയം എന്താ? അള്ളയാണ് നൽകുന്നവൻ, അള്ളാഹുവാണ് എടുക്കുന്നവൻ. അതുകൊണ്ട് തന്നെ നിരാശയില്ലാതെ ടെൻഷൻ അടിക്കാതെ ജീവിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. ഭർത്താവിനെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്, ഭാര്യമാരെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട്, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്, മാതാപിതാക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്, സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗം കൊണ്ട് പ്രതിസന്ധിയിലായ ആളുകളുണ്ട്, വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. പല പരീക്ഷണങ്ങളുണ്ട് ആളുകൾക്ക്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹ് പരീക്ഷിക്കൂലേ? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി ചെയ്യുന്നത്? ഇതൊരു പരീക്ഷണമാണ് ജീവിതം. അതിനാ പടച്ചവൻ ഭൂമിയെ സംവിധാനിച്ചത്, ഒരു പരീക്ഷണാലയമാണ്. ആ പരീക്ഷണാലയത്തിൽ എന്ത് ചെയ്യണം? ആ പരീക്ഷണങ്ങളെയൊക്കെ നേരിട്ട് ക്ഷമ കൈകൊണ്ട്, അല്ലെങ്കിൽ ശുക്ർ ചെയ്ത്, ഉള്ളവനാണ് എങ്കിൽ ഇല്ലാത്തവന് നൽകി, അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. അപ്പോഴാണ് പരലോകത്ത് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് വിജയിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ക്ലാസ്സോട് അവസാനിപ്പിക്കണം. ഈ ഒരു പ്രാർത്ഥന മാത്രമേ പറയുന്നുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നമ്മളെല്ലാവരും ഇത് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനകൾ, ഓരോ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. നമസ്കാര ശേഷം നമ്മൾ നിർവഹിക്കണം. അസ്തഗ്ഫിറുല്ലാഹ്, വലിയ പ്രയാസമുള്ള കാര്യമല്ല. اللهم أنت السلام ومنك السلام تباركت ذا الجلال والإكرام لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അത് നേരത്തെ വന്നതാണ്. അതിൻ്റെ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫദ്ലു വലഹുൽ സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. ഈ പ്രാർത്ഥന നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ പ്രാർത്ഥനയിൽ ആദ്യത്തെ ഭാഗം വന്നിട്ടുണ്ട്, പുതിയ പദങ്ങളുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരു വാചകം അതിലുണ്ട്. ആ വാചകവും ഇതേപോലെ നമ്മൾ പഠിക്കേണ്ട വാചകമാണ്. എനിക്കുറപ്പുണ്ട് ആ വാചകം, നമ്മൾ അതിൻ്റെ ആശയങ്ങൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആ പ്രാർത്ഥന കൊണ്ട് നടക്കും.
നമ്മളത് പ്രാർത്ഥിക്കും. അത്രമാത്രം മഹത്വങ്ങളുള്ള, പ്രാധാന്യമുള്ള, ശ്രേഷ്ഠതകളുള്ള, പുണ്യമുള്ള പ്രാർത്ഥനയാണ് അടുത്ത പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ സത്യസന്ധമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എൻ്റെ കുടുംബത്തിൽ ഇന്നൊരു മരണം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത ബന്ധു, ഒരു ചെറുപ്പക്കാരൻ ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. അല്ലാഹു ആ സഹോദരൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. ഖബർ ജീവിതം സന്തോഷകരമാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.